ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റംലാൻ കരിയും റംലാൻ 7 ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ചെറിയൊരു നോമ്പ് തുറ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് നമുക്ക് നോമ്പ് തുറ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ചെറിയൊരു നോമ്പ് തുറ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ ചിക്കൻ ബിരിയാണിയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറേച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. വേറെ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് അവർ വളർത്തുന്ന ഫിഷാണ് അതിനുള്ളിലുള്ളത് കേട്ടോ. മൊത്തം കുഞ്ഞു മീനുകളാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. പിന്നെ അവരുടെ തൊട്ട വീട്ടിലുള്ള കുറേ മാങ്ങയും കുറേ മുരിങ്ങാക്കോയും മുരിങ്ങ മരവും പിന്നെ കുറേ പൂവും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ഇടയിലിടയിൽ അങ്ങനെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ അത് അവർ അതായത് ആർഎസിൻ്റെ ഉമ്മയാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അവരതവിടെ ബിരിയാണി മേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗോഷ്ടികളൊക്കെ കാണിക്കട്ടെ. ഞാനായിരുന്നു ഇളക്കി കൊടുത്തത് ഞാനാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേറെ സ്പെഷ്യൽ വന്നിട്ട് ചിക്കൻ ബിരിയാണി, പാലക്കാടൻ ചിക്കൻ ബിരിയാണി, അതേപോലെ ചിക്കൻ ഗ്രേവിയും പൊറോട്ടയും ഒക്കെയായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റാക്കി വരുന്നുണ്ട്. അതായത് ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുക എന്നല്ലാണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് അവിടുത്തെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മസാലകളും മറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ അരിയും ഒക്കെ ഇട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ അവിടെ സെറ്റായി വന്നിട്ടിട്ട് പിന്നെ അറിയാമല്ലോ, പാലക്കാടൻ ബിരിയാണി വരുമ്പോൾ അതിന് നമ്മൾ ഒരു സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ ദമ്മൊക്കെ ഇടുകയൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അതിനിടയിൽ ഞാനും മൂത്തച്ചിയും കൂടെ, അതായത് ആർസും കൂടെ പോയി നിങ്ങൾ വെള്ളമൊക്കെ കളക്കുന്നുണ്ട് കേട്ടോ. സർബത്ത് വെള്ളവും അതേപോലെ നമ്മുടെ തണ്ണിമത്തനും കൊണ്ടൊരു മുഹബത്ത് ക സർബത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മിൽക്ക് സർബത്ത്, അതും കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും എന്തൊക്കെയോ കുറേ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ചിരിയും കളിയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ, നോമ്പ് പറയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു നോമ്പ്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ മുഹബത്ത് ക സർബത്തിക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ കുറച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് ഉണ്ടാക്കി ഒരു മാങ്ങ കിട്ടി. അപ്പോൾ ഞാനൊരു മാങ്ങയും കൊണ്ടൊരു ഷേക്ക് അടിച്ചു, അതായത് ജ്യൂസ് അടിച്ചിരുന്നു കേട്ടോ. ചെറിയൊരു കുഞ്ഞു മാങ്ങയാണ്, അതിന് ജ്യൂസ് അടിച്ചു. എൻ്റെ വോയിസ് തീരെ കമ്മിയില്ല. കാരണം എന്താ വെച്ചാൽ അറിയില്ല, നമ്മൾ നോമ്പ് തുറക്കണ നേരത്തെ വെള്ളമൊക്കെ കുടിച്ചിട്ടും ഒക്കെ എൻ്റെ സൗണ്ട് അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ അധികം വോയിസ് ഇല്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നപ്പോൾ നമ്മുടെ കറി അവിടെ അടുപ്പത്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അടുക്കളയിൽ വെള്ളം കലക്കാൻ പോയത് കൊണ്ട് എനിക്ക് അത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓടിക്കൊണ്ട് വന്നിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ അങ്ങോട്ട് നിരത്തി വെച്ച് ടേബിളിൽ നോമ്പെടുക്കാൻ സമയം നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും ഞങ്ങൾ അൽഹംദുലില്ലാ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നോമ്പൊക്കെ തുറന്ന് സന്തോഷത്തോടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയിട്ട്, നമ്മുടെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരുന്നു. അതിന് കേക്ക് മുറിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുറിക്കുന്ന വീഡിയോസ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കാണണേ.